ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് റെസിപ്പിയുമായിട്ടാണ്. ചോക്ലേറ്റ് സ്പഞ്ച് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. വളരെ ടേസ്റ്റിയും സോഫ്റ്റുമായ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിലുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഒന്ന് ഫ്ലോറൊക്കെ അരിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഫ്ലോർ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഞാൻ 2 ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. മുട്ടയുടെ വെള്ളയാണ് ഞാൻ ഫസ്റ്റ് ബീറ്റ് ചെയ്യുന്നത്. ഇപ്പം മഞ്ഞയും വെള്ളയും 2 ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി മുട്ടയുടെ വെള്ളയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുട്ടയുടെ മിക്സ് നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്തതിന് ശേഷം ഒന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു ബൗളിൽ ഞാൻ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റിൻ്റെ പൊടി കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അല്ലെങ്കിൽ ഫ്ലോർ മിക്സ് ചെയ്യണ സമയത്ത് ബൂസ്റ്റിൻ്റെ പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ആ സമയത്ത് ചേർക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മുട്ടയുടെ മിക്സിലേക്ക് ഫ്ലോറും നമ്മൾ ഈ മിക്സാക്കി വെച്ച ബൂസ്റ്റിൻ്റെ ആ മിക്സും കൂടി ചേർത്തിട്ട് ബാറ്റർ റെഡിയാക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതേപോലത്തെ ഒരു സ്ക്വയർ ടൈപ്പ് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഓവനിൽ 160 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റ് വെച്ചിട്ടാണ് ബേക്കായത്. ഇനി കേക്കിന് വേണ്ട ക്രീം ഒന്ന് റെഡിയാക്കാം. ഞാനിവിടെ 1/4 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രീം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ക്രീമിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ടാണ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ മിക്സ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ചോക്ലേറ്റ് ക്രീമിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് നട്ട്സ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ലെയറിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നട്ട്സ് ഒന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. നട്ട്സ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു ബൗളിലേക്ക് മാറ്റുക. ഇനി അതേ പാനിൽ തന്നെ കുറച്ച് പഞ്ചസാര ഒന്ന് ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഓവർ തീ ആകാൻ പാടില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റാണ് അതിന് വരാം. ഷുഗർ നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ നേരത്തെ ഫ്രൈ ചെയ്ത നട്ട്സ് ചേർത്തിട്ടൊന്ന് പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്തിട്ട് നല്ല ഗ്രീസ് ചെയ്ത ഒരു ബട്ടർ പേപ്പറിലേക്ക് അത് മാറ്റി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ബട്ടർ പേപ്പറിൽ നല്ല ഓയിൽ തടവിയിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കതിൽ നിന്ന് വിട്ട് കിട്ടില്ല. ഇനി ഇതൊന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്.
ഇനി കേക്ക് വെറ്റ് ചെയ്യാൻ ഞാൻ ഷുഗർ സിറപ്പിന് പകരം കുറച്ച് പാലിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൊടിയും കുറച്ച് ഷുഗറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി മോൾഡിൽ നിന്നൊന്ന് മാറ്റി കൊടുത്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി കേക്ക് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 3 ലെയറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് മിൽക്ക് സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യാം. എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ക്രീമിൻ്റെ മുകളിൽ നേരത്തെ പൊടിച്ച് വെച്ച നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത 2 ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്യാം. ഇനി സൈഡിലും മുകളിലും ഒക്കെ നന്നായിട്ടൊന്ന് ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ മൊത്തം ക്രീം അപ്ലൈ ചെയ്തിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടീസ്പൂൺ ബട്ടറും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വെച്ച കേക്കിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. മൊത്തം കവർ ചെയ്യുന്ന തരത്തിൽ വേണം സ്പ്രെഡ് ചെയ്യാൻ. ഇനി ചോക്ലേറ്റ് ഞാൻ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചോക്ലേറ്റ് മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച നട്ട്സ് ഒന്ന് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഒരു സ്ക്രാപ്പറിൽ വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നട്ട്സ് ചുറ്റിലും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ക്രീം വെച്ച് ഞാൻ സൈഡിലൊക്കെ ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1.25 കപ്പ് ക്രീമാണ് വിപ്പ് ചെയ്തത്. ശരിക്കും അത്ര ക്രീമിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ബാക്കി ക്രീം വന്നതുകൊണ്ടാണ് ഞാൻ ഇതേപോലെയൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തത്. ഒരുപാട് ഡിസൈന് വേണ്ടാന്നുള്ളവർക്ക് 1 കപ്പ് ക്രീം മതിയാവും. ഇതിപ്പോൾ ഞാൻ ചോക്ലേറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വിചാരിച്ചതാണ്. അപ്പോൾ ഇത്രയും ക്രീം ബാക്കി വന്നപ്പോൾ വേസ്റ്റായി പോകും വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തത്. ഞാൻ എടുത്തിട്ടുള്ളത് ഫിയോണയുടെ ക്രീമാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തത് റിച്ച് ഗോൾഡാണ്. ആദ്യമായിട്ടാണ് ഈ ഫിയോണ യൂസ് ചെയ്യണത്. ഇനി അതുകൊണ്ടാണെന്ന് അറിയില്ല, ഇത് വിപ്പ് ചെയ്ത് വന്നപ്പോൾ കൂടുതലായിപ്പോയി.
ഇനി ഞാൻ ഈ ഡിസൈനിൻ്റെ മുകളിലൊക്കെ ഓരോ ഷുഗർ ബോൾസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റേത്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചോക്ലേറ്റിൻ്റെയും അതേപോലെ തന്നെ അതിൻ്റെ ലെയറിലൊക്കെ ഇട്ടിട്ടുള്ള ആ നട്ട്സൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കേക്കിൻ്റേത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.